ഇരുണ്ട രാത്രിയിൽ ഏതോ ഒരു ഇരുണ്ട കഥ കത്തിപ്പോയി. ആ പാവയിലുണ്ടായിരുന്നു ഒരു മറയ്ക്കപ്പെട്ട ചിഹ്നം. സ്വപ്നങ്ങളിലെ നിഴൽ പോലെ പിന്തുടരുന്ന ഭയം. ഹിമാൻഷിയുടെ ലോകത്ത് ഒരു വലിയ കുഴപ്പമുണ്ടായി. മന്ത്രങ്ങളുടെ തീയിൽ സത്യം പുറത്തു വന്നു. പക്ഷെ അവസാനം പോലും ദുർശക്തി രഹസ്യം മറച്ചുവെച്ചു. ഉറങ്ങിക്കൊണ്ടിരുന്ന ഹിമാൻഷി പേടിച്ചെണീറ്റു. അവൾ വിയർത്ത് കുളിച്ചിരുന്നു. പിന്നെ വല്ലാതെ പേടിച്ചിരുന്നു. അപ്പോഴാണ് അവളുടെ അമ്മ അവളെ കാണാൻ റൂമിലേക്ക് വന്നത്. അവൾ പേടിച്ചിരിക്കുന്നത് അവർ കണ്ടു. മോളെ ഹിമാൻഷി, എന്തു പറ്റി മോളെ? അറിയില്ലമ്മേ, വീണ്ടും അതിമോശമായ സ്വപ്നം. ഇങ്ങനെ എന്തിനു സംഭവിക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്ന് സ്വാമി വേസയോട് സംസാരിച്ചു. വൈകുന്നേരം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകണം. ശരിയമ്മേ. രണ്ടുപേരും ഇക്കാര്യത്തിന് സമ്മതിച്ചു. പിന്നെ ഹിമാൻഷിയുടെ അമ്മ ആ മുറിയിൽ നിന്നും പോയി. വൈകുന്നേരം ഹിമാൻഷി അവളുടെ അമ്മയുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി. രണ്ടുപേരും അകത്തു പോയി ശിവപെരുമാന് പൂജ ചെയ്തു. പിന്നെ പുറത്തിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ സ്വാമി വിയാസ് ധ്യാനം ചെയ്യുകയായിരുന്നു. ഹിമാൻഷിയും അവളുടെ അമ്മയും അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. അവരെ കണ്ടതും സ്വാമി വിയാസ് കണ്ണു തുറന്നു. വരൂ മോളെ, ഇവിടെ വന്നിരിക്കൂ. പറയൂ, ഏതാണ് നിന്നെ ശല്യം ചെയ്യുന്നത്? അത് സ്വാമിജി, കുറച്ചു ദിവസങ്ങളായി എൻ്റെ മോൾക്ക് ഭയങ്കരമായ സ്വപ്നങ്ങൾ വരുന്നുണ്ട്. സ്വാമി വിയാസ് ഹിമാൻഷിയെ നോക്കി. എന്നിട്ട് എന്തു ചോദിച്ചെന്നാൽ, ഏതുപോലെ സ്വപ്നങ്ങളാ വരുന്നത്? കുറച്ച് ശരിയായിട്ട് പറയൂ. അത് പിന്നെ പ്രഭു, ഇതൊക്കെ 26ാമത്തെ പിറന്നാൾ മുതൽ എനിക്ക് വരുന്നുണ്ട്. ഏതോ ഒരു വ്യത്യാസമായ നിഴൽ എന്നെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ആ സ്വപ്നത്തിൽ ഒരു പാവ വന്ന് പറയുന്നു. അത് വീണ്ടും വീണ്ടും പറയുന്നു, അങ്ങനെ നിനക്ക് കല്യാണം കഴിഞ്ഞാൽ നീ വിധവയാകുമെന്ന് പറയുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ധ്യാനം ചെയ്യുന്നു. എനിക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ ഞാൻ നിനക്ക് തീർച്ചയായിട്ടും പറയുന്നു. അല്ല സ്വാമിജി, എന്തെങ്കിലും വലിയ പ്രശ്നമാണോ? ഹിമാൻഷിക്ക് ഞങ്ങൾ ചെറുക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഞാൻ പറയുന്നത് കേൾക്കൂ. കുറച്ച് ദിവസങ്ങൾ ചെക്കന്മാരനെ നോക്കുന്നത് നിർത്തിയേക്ക്. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയുന്നു. അവർ സ്വാമി വിയാസിനെ നോക്കി കൈകൂപ്പി വണങ്ങി. പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. രാത്രി ഹിയാൻഷി അവളുടെ റൂമിൽ ഇരുന്നു കൊണ്ട് എന്തോ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ കതകു തുറന്നതുപോലെ അവൾക്ക് തോന്നിയത്. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവൾ കരുതി അത് അവളുടെ അമ്മയാണെന്ന്. പാല് ടേബിളിൽ വെച്ചേക്കുമേ, ഞാൻ കുറച്ചു കഴിഞ്ഞ് കുടിച്ചേക്കാം. അവൾക്ക് ഒരു മറുപടിയും കിട്ടിയില്ല. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. അത് കണ്ടിട്ട് അവൾ ഞെട്ടിപ്പോയി. ഹിയാൻഷി ലിവിംഗ് റൂമിലേക്ക് വന്നു. അവൾ തൻ്റെ അമ്മയെ തേടാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവരവിടെ ഇല്ല. അമ്മേ, അമ്മേ. അപ്പോഴാണ് അവളുടെ അമ്മ കിച്ചണിൽ നിന്നും അവൾക്ക് മറുപടി പറഞ്ഞത്. ആ പറയുമോളെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ അമ്മ കിച്ചണിൽ നിന്നും പുറത്തു വന്നു. അവരുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നു. ഇതാ മോളെ, നിനക്ക് പാൽ. ശരി, ഇത് നീ വേഗം കുടിക്കേ. എന്നിട്ട് ചെന്ന് കിടന്നുറങ്ങ്. നാളെ രാവിലെ നിന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം. അമ്മേ, നിങ്ങളിപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നിരുന്നോ? ഞാനോ? ഞാനെന്തിനാണ് മോളെ നിന്റെ റൂമിലേക്ക് വരുന്നത്? എന്താ മോളെ, എന്താ കാര്യം? അമ്മേ, ഇപ്പോഴാണ് എൻ്റെ റൂമിലേക്ക് ആരോ വന്നതുപോലെ തോന്നിയത്. അവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. അതെങ്ങനെ സാധ്യമാണ് മോളെ? ശരി, വിട്ടേക്കമ്മേ. അതെനിക്ക് തോന്നിയതായി പോലും ഇരിക്കാം. ഹിമാൻഷിയുടെ അമ്മ അവൾക്ക് പാല് നൽകി. അതിനുശേഷം അവൾ അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് പോയി. ഹിമാൻഷി തൻ്റെ കയ്യിൽ പാലുമായി അവളുടെ റൂമിനകത്തേക്ക് വരികയായിരുന്നു. അവൾ റൂമിനകത്തേക്ക് വന്നതും തന്നെ പേടി കൊണ്ട് അവളുടെ കണ്ണുകളൊക്കെ ഉറഞ്ഞുപോയി. അവൾ നോക്കിയപ്പോൾ അവളുടെ കിടക്കയിൽ പല കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട ഒരു പാവ കിടപ്പുണ്ടായിരുന്നു. അതിനു ചുറ്റിലും 4 വശത്തും രക്തം നിറഞ്ഞിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പാൽ ഗ്ലാസ് താഴേക്ക് വീണു. അടുത്ത ദിവസം രാവിലെ ഹിമാൻഷി തന്റെ വീടിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവൾ വല്ലാതെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അമ്മ അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ സമാധാനിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ചുറ്റിലും ജനങ്ങൾ വിഷമത്തോടെ നിന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി വിയാസ് റൂമിനകത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം 4 ചുറ്റിലും നോക്കി. ഓരോ ചുറ്റിലും അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തിന് അവിടെയുള്ള കാറ്റിൽ എന്തോ വ്യത്യാസമായും ഘനമുള്ളതുപോലെയും തോന്നി. അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്നും ഒരു ബോട്ടിലെടുത്തു. എന്നിട്ട് ആ മുറിയിൽ ആ വെള്ളം അദ്ദേഹം ഒഴിച്ചു. ആരാ നീ? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ചെവികളിൽ എന്തോ ചെറിയ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹം ഹിമാൻഷിയുടെ കിടക്കയിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഹിമാൻഷി ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ പേടി നന്നായി കാണാൻ സാധിച്ചു. സ്വാമി വിയാസ് വീട്ടിൽ നിന്നും പുറത്തു വന്നു. ഹിയാൻഷിയുടെ അമ്മ ഉടനെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അല്ലയോ സ്വാമിജി, പറയൂ, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? എന്നോട് സത്യം പറയൂ. നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടോ? ഞങ്ങൾക്കോ? ഞങ്ങൾ എന്തിന് മറ്റുള്ളവരോട് ശത്രുത ഉണ്ടാക്കാൻ പോകുന്നു? ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുക. എന്താ സ്വാമിജി കാര്യം? സ്വാമി വിയാസ് എന്തോ കുഴപ്പത്തിലിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ചില ആളുകൾ ഹിമാൻഷിയുടെ റൂമിൽ കുഴിയെടുക്കുകയായിരുന്നു. അവർ ചില ഫീറ്റുകൾ വരെ താഴേക്ക് കുഴിച്ചു. അവിടെ നിന്നും അവർക്ക് ഒരു പാവ കിട്ടി. അതിൽ മനുഷ്യന്റെ എലുമ്പുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ഹിമാൻഷിയുടെയും അവളുടെ അമ്മയുടെ കണ്ണുകളും പേടികൊണ്ട് സ്തംഭിച്ചു പോയി. ഈ പാവേൻ്റെ മേലെ ശൂന്യം ചെയ്ത് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്? ഹിമാൻഷിയുടെ അമ്മ കുറച്ചു സമയം ചിന്തിച്ചു. എനിക്കും അറിയാമെന്ന് തോന്നുന്നു. 13 വർഷങ്ങൾക്ക് മുൻപായി ഈ വീട് പുതുക്കി പണിയാൻ ഞങ്ങൾ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളൊരു സ്ത്രീക്ക് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള വീട് വാടകയ്ക്ക് കൊടുത്തത്. പക്ഷെ അവൾ അവിടെ മന്ത്രവാദം ചെയ്യുമ്പോൾ പിടിപെട്ടു. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് അവളെ വീട്ടിൽ നിന്നും തന്നെ ഞാൻ പുറത്താക്കി. ഒരുപക്ഷെ അവളായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. സ്വാമി വിയാസ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു. അതിനുശേഷം എല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആ പാവയെ എടുത്തു. അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഹിയാൻഷിയും അവളുടെ അമ്മയും സ്വാമിജിയുടെ പുറകെ ചെന്നു. സ്വാമി വിയാസ് ആ പാവയെ വീടിന് പുറത്ത് കൊണ്ടുവന്ന് തീ വെച്ച് അതിനെ കത്തിച്ചു. ആ പാവയിൽ തീ പിടിച്ച് കത്തുന്നത് കണ്ടിട്ട് ഹിമാൻഷി പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, രക്ഷിക്കണേ! സ്വാമി വിയാസ് ഹിയാൻഷിയെ നോക്കി. ആ പാവ അവളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വേഗം ചെന്ന് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് ആ പാവയെ അണച്ചു. തീ പതുക്കെ അണഞ്ഞതും തന്നെ ഹിയാൻഷി ശാന്തമായി. എന്നിട്ട് അവൾ മയങ്ങി താഴേക്ക് വീണു. സ്വാമി വിയാസ് അവസ്ഥ വളരെ മോശമായിരിക്കുന്നത് മനസ്സിലാക്കി. അന്ന് രാത്രി സ്വാമി വിയാസ് യാഗകുണ്ഡത്തിന് മുൻപിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ ഹിയാൻഷി ഉണ്ടായിരുന്നു. അവൾ മയങ്ങിയ അവസ്ഥയിൽ തറയിൽ കിടക്കുകയായിരുന്നു. പിന്നെ സ്വാമി വിയാസ് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് യാഗം ചെയ്തു. ഹിമാൻഷിയുടെ അമ്മയും ഒരു വശത്ത് ഇരിക്കുകയായിരുന്നു. ആ യാഗകുണ്ഡത്തിന്റെ മറുവശത്ത് മാവ് കൊണ്ട് ചെയ്യപ്പെട്ട 6 പാവകളുണ്ടായിരുന്നു. സ്വാമിജി, നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പാവയിനോട് ഇരുന്ന എലുമ്പിനെ ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞത്. ഇതിൽ ഒന്നല്ല 6 വേറെ വേറെ മനുഷ്യരുടെ നിഴലുണ്ടായിരുന്നു. അതിൽ ഒരു വലിയ പാവയുടെ നിഴൽ ഒരു പാവക്കാരൻ്റെതാണ്. അതാണ് ഹിമാൻഷിയെ തൻ്റെ കട്ടുപാട്ടിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ വേഗത്തിൽ തന്നെ. ഇതിനിടയ്ക്ക് റൂമിന്റെ ഏതോ ഒരു വശത്തു നിന്നും ഉടയുന്ന ശബ്ദങ്ങൾ കേട്ടു. അദ്ദേഹം മുൻപിൽ നോക്കിയപ്പോൾ ഹിമാൻഷി മുന്നിൽ നിൽക്കുകയായിരുന്നു. അവളുടെ തല താഴേക്ക് കുനിഞ്ഞിരുന്നു. പിന്നെ അവളുടെ കൈകാലുകൾ അങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു, ഏതോ ഒരു കയറുകൊണ്ട് കെട്ടപ്പെട്ടതുപോലെ. അവൾ അങ്ങനെ മുന്നോട്ട് നടന്നു ചെന്നു. ആരോ അവളെ തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ അവൾ അമ്മയുടെ അടുത്ത് ചെന്ന് കുനിഞ്ഞു. എന്നിട്ട് അവരുടെ തോളുകൾ പിടിച്ചു. അവളുടെ അമ്മയുടെ കണ്ണുകൾ പേടി കൊണ്ട് നിലച്ചുപോയി. മോളെ, നീ എന്തായി ചെയ്യുന്നത്? ഇപ്പോൾ ഇവൾ എൻ്റെ സ്വന്തമാണ്. ഹിമാൻഷി പെട്ടെന്ന് വിചിത്രമായ രീതിയിൽ വീടിന്റെ ചുമരിൽ കയറാൻ തുടങ്ങിയിരുന്നു. സ്വാമി വിയാസ് നിർത്താതെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു. ഹിമാൻഷി ദേഷ്യത്തോടെ അദ്ദേഹത്തെ നോക്കി. നീ എന്നെ നശിപ്പിക്കാൻ പോവുകയാണോ? അവൾ താഴേക്ക് ചാടി. എന്നിട്ടൊരു പാവയെ പോലെ സ്വാമി വിയാസിനടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച്
അദ്ദേഹത്തിനെ മുകളിലേക്ക് പൊക്കിയെടുത്തു. അദ്ദേഹം ആ അവസ്ഥയിൽ പോലും അദ്ദേഹം തൻ്റെ അവസാനത്തെ മന്ത്രം ജപിച്ച് അഗ്നിയിൽ അത് ഇട്ടു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന 6 പാവകളും അനങ്ങാൻ തുടങ്ങിയിരുന്നു. അത് ഓരോന്നായി തന്നെത്താനെ യാഗകുണ്ഡത്തിൽ ചെന്ന് വീണു. ഹിമാൻഷിയുടെ ശരീരമൊക്കെ വലിക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ ശരീരത്തിൽ നിന്നും കറുത്ത പുക പുറത്തേക്ക് വന്നു. കുറച്ച് ക്ഷണത്തിന് ശേഷം അവൾ താഴെ ചെന്ന് വീണു. ഹിമാൻഷി, മോളെ ഹിമാൻഷി, മോളെ ഹിമാൻഷി. സാഹചര്യം അവളുടെ അമ്മ കിടന്ന് കരയുന്ന ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹിമാൻഷി ഇപ്പോൾ നോർമലായിരുന്നു. അവളും അവളുടെ അമ്മയും വാതിൽക്കൽ നിന്നുകൊണ്ട് സ്വാമി വ്യാസിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സ്വാമി വ്യാസ് മന്ത്രം ചെയ്ത ആ പാവയെ തൻ്റെ സഞ്ചിയിൽ എടുത്തു വെച്ചു. പക്ഷേ സ്വാമിജി, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി എന്തു ചെയ്യും? ഈ പ്രേതം ഹിമാൻഷി ശരീരത്തിൽ നിന്നും തീർച്ചയായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇതിൻ്റെ കഥ പൂർത്തിയായിട്ടില്ല. ഞാൻ ഇതിനെ അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ചേർത്തേ പറ്റുള്ളൂ. ആരും ഇതിനെ തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് സ്വാമി വ്യാസ് അവിടെ നിന്നും പുറപ്പെട്ടു. ഹിമാൻഷിയും അവളുടെ അമ്മയും വീണ്ടും അവരുടെ വീടിനകത്തേക്ക് വന്നു. വീടിൻ്റെ മൂലയിൽ ഒരു എലുമ്പ് കഷ്ണം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അത് തന്നെ ഭൂമിയുടെ അകത്തേക്ക് മറഞ്ഞു.